സന്താനഭാഗ്യം, ദാമ്പത്യ സൗഖ്യം, രോഗശാന്തി, തൊഴിൽ ലബ്ധി ഇവയ്ക്കെല്ലാം ജപിക്കാവുന്ന ചില സുബ്രഹ്മണ്യ മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സന്താനഭാഗ്യം, സന്താനങ്ങളുടെ ശ്രേയസ്, ദാമ്പത്യ സൗഖ്യം, കാര്യസിദ്ധി, കർമ്മലാഭം, ആയുർഫലം, രോഗശാന്തി, വിദ്യാഗുണം, ഭാഗ്യലബ്ധി, തൊഴിൽ ലബ്ധി, തൊഴിലുള്ളവർക്ക് ജോലിയിൽ കൂടുതൽ നേട്ടങ്ങൾ, ചൊവ്വ ഗ്രഹദോഷ മുക്തി തുടങ്ങിയവയ്ക്കെല്ലാം സുബ്രഹ്മണ്യ പ്രീതി നേടേണ്ടത് ഉത്തമമാണ്. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർ എല്ലാ ദിവസവും സുബ്രഹ്മണ്യ ഉപാസന നടത്തണം. ഓരോ അഭീഷ്ടസിദ്ധിക്കും പതിവായി ജപിക്കുന്നതിന് ഉത്തമമായ ചില സുബ്രഹ്മണ്യ മന്ത്രങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. എല്ലാ മന്ത്രങ്ങളും മുരുക ഭഗവാനെ ഭക്തിപൂർവ്വം സ്മരിച്ച് നെയ്വിളക്ക് കൊളുത്തി അതിനു മുന്നിൽ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ജപിക്കുക. തികഞ്ഞ വിശ്വാസത്തോടും ശ്രദ്ധയോടും ചെയ്യുന്ന പ്രാർത്ഥന പൂർണ്ണ ഫലം നൽകും. വെറും നിലത്തിരുന്ന് ജപിക്കരുത്. ഒരു പലകയിലോ പായയിലോ തുണി വിരിച്ച് ജപിക്കണം. അശുദ്ധിയുള്ളപ്പോൾ, പീരീഡ്സ്, പുലവാലായ്മ പോലുള്ള ടൈമിലൊന്നും ജപിക്കേണ്ടതില്ല. ഇത് ജപിക്കുന്നതിന് മന്ത്രോപദേശമൊന്നും നിർബന്ധമില്ല. എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അതിന് പറഞ്ഞിട്ടുള്ള മന്ത്രം ജപിക്കുക. ദുരിതങ്ങൾ മറികടക്കാനും ഇഷ്ടകാര്യങ്ങൾ സാധിക്കുന്നതിനും ഉതകുന്ന ശക്തമായ മന്ത്രങ്ങളാണ് ഇവയെല്ലാം. അപ്പം മന്ത്രങ്ങൾ നോക്കാം. ആദ്യത്തേത് ഓം വജൽ ഭുവേ നമ. ഇത് സുബ്രഹ്മണ്യ മൂലമന്ത്രമാണ്. പതിവായി ജപിക്കുന്നത് ഭാഗ്യം തെളിയുന്നതിന് നല്ലതാണ്. ഇത് രാവിലെയും വൈകിട്ടും 36 പ്രാവശ്യം ജപിക്കുക. സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അടുത്ത മന്ത്രം ഓം സ്കന്ധായ നമ എന്ന സുബ്രഹ്മണ്യ മന്ത്രം 144 തവണ വീതം രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് കർമ്മലാഭത്തിനും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലബ്ധിക്കും തൊഴിൽ ഉള്ളവർക്ക് കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഏറെ ഗുണം ചെയ്യും. ആയുർഫലത്തിന് ഓം സനൽകുമാരായ നമ എന്ന മന്ത്രം ജപിക്കുക. അടുത്തത് ഭാഗ്യം തെളിയുന്നതിന് ഓം നീലകണ്ഠാത്മജായ നമ. വിദ്യയിൽ അഭിവൃദ്ധി നേടാൻ ഓം വിശാഖായ നമ എന്ന മന്ത്രം ജപിക്കാം. ഏതൊരു കർമ്മത്തിലെയും വിജയത്തിന് ഓം കുമാരായ നമ എന്ന് ജപിക്കാം. രോഗശാന്തിക്കായി ഓം മയൂരവാഹായ നമ. ഈ സുബ്രഹ്മണ്യ മന്ത്രങ്ങളെല്ലാം 108 തവണ വീതം രാവിലെയും സന്ധ്യയ്ക്കും ഭഗവാന് മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഫലമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ നീങ്ങുന്നതിന് പരസ്പര ഐക്യത്തിനും ഗുണകരമാണ്. ഷഷ്ഠി ദിനത്തിൽ വ്രതമെടുത്ത് ഈ പ്രാർത്ഥന തുടങ്ങാം. വള്ളി ദേവയാനി സമേത ശ്രീ സുബ്രഹ്മണ്യ മൂർത്തയേ നമ എന്ന നാമം ഷഷ്ഠി ദിവസം തുടങ്ങി 41 ദിവസം തുടർച്ചയായി ജപിക്കുക. തീർച്ചയായും ഫലമുണ്ടാകും. അടുത്തത് സുബ്രഹ്മണ്യ ഗായത്രിയാണ്. സനൽകുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹേ തന്നോ സ്കന്ദ പ്രചോദയാത്. ഈ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം രാവിലെയും വൈകിട്ടും 36 തവണ വീതം 2 നേരവും ജപിക്കുക. കർമ്മസിദ്ധിക്കും കർമ്മസംബന്ധമായ തടസ്സങ്ങൾ മാറുന്നതിനും ഭാഗ്യലബ്ധിക്കും തൊഴിൽ രഹിതർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതിനും ഏറെ ഗുണകരമാണ്. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. ഈ മന്ത്രങ്ങളോടൊപ്പം തന്നെ ഈ സുബ്രഹ്മണ്യ സ്തുതി കൂടി ജപിക്കുക. ഓം ഷഡാനനം കുങ്കുമ രക്തവർണം മഹാമതീം ദിവ്യ മയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണം മഹം പ്രപദ്യേ. ഈ സുബ്രഹ്മണ്യ സ്തുതി കൂടി ജപിക്കുക. 6 മുഖങ്ങളോട് കൂടിയവനും കുങ്കുമവർണ്ണമുള്ളവനും മഹാബുദ്ധിശാലിയും ദിവ്യമായ മയിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്നവനും രുദ്രനായ മഹാദേവന്റെ മകനും ദേവസൈന്യത്തിൻ്റെ നാഥനുമായ ഗുഹനെ ഞാൻ സദാ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഏതാണോ മന്ത്രം തിരഞ്ഞെടുക്കുന്നത് അത് ഭഗവാന് മുന്നിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് ജപിക്കുക. തീർച്ചയായും ഫലമുണ്ടാവും. സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൂടുതൽ ഭക്തി നിർഭരമായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.